ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ചകളിൽ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ പല കഥകൾ, അതിൻ്റെ മൂല്യങ്ങൾ, സമൂഹത്തിന് അതെങ്ങനെ സ്പർശിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ സമൂഹത്തിലേക്ക് അത് എത്തിക്കാം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച, മുമ്പത്തെ ആഴ്ചയിൽ സജിൻ സാർ നമുക്ക് വേണ്ടി 3 കഥകൾ പറയുന്നുണ്ട്. വളരെ മനോഹരമായ 3 കഥകൾ. ചില കഥകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി സജൻ സാറിൽ നിന്ന് കഥകൾ കേൾക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സാജിൻ സാറിനെ. സജിൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. വീണ്ടും ഇത്ര വേഗം വീണ്ടും കഥ പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് കുറച്ച് കഥകൾ പങ്കുവച്ചതാണ്. ഇന്നും അതുപോലെ 3 കഥകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യത്തെ കഥ എഴുതിയത് ഇംഗ്ലീഷിലെ പ്രസിദ്ധ ചെറുകഥാകൃത്തായ സോമർസെറ്റ് മോമിന്റെ ദി വെർജർ എന്നുള്ള കഥയാണ്. വളരെ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ്. ഏറെ വായിക്കുകയും ഏറെക്കാലം ഇപ്പോഴും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ദി വെർജർ എന്ന് പറയുന്ന കഥ. എന്താണ് വെർജർ എന്നുള്ള വാക്കിന്റെ അർത്ഥം? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. വെർജർ എന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിലെ ആൻ അറ്റൻഡന്റ് ഇൻ എ ചർച്ച് എന്നാണ്. പള്ളിയിലെ ഒരു ജീവനക്കാരൻ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ കപ്പ്യാർ എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ അത് കൈക്കാരൻ എന്നായിരിക്കും. ഓരോ പ്രദേശങ്ങളിൽ ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. പള്ളിയിലെ ഒരു സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ പള്ളിയിലെ ഒരു ജീവനക്കാരൻ, പള്ളിയിലെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാള്. വെർജർ എന്നുള്ള കഥയ്ക്കകത്ത് 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്നാമത്തെ കഥാപാത്രത്തിന്റെ പേര് ആൽബർട്ട് ഫോർമാൻ എന്നാണ്. രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല, പദവി മാത്രമേ പറയുന്നുള്ളൂ. ഒരു പ്രീസ്റ്റ് ആണ്, പുരോഹിതൻ. മൂന്നാമത്തെ കഥാപാത്രം ഒരു ബാങ്ക് മാനേജറാണ്. ഇങ്ങനെ 3 കഥാപാത്രങ്ങളാണുള്ളത്. കഥ നടക്കുന്നത് ലണ്ടനിലാണ്. ലണ്ടനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സെയിന്റ് പീറ്റേഴ്സ് ചർച്ച്, പത്രോസ് പുണ്യവാളന്റെ പള്ളി. ആ പള്ളിയിൽ സമ്പന്നരായ അനേക കുടുംബക്കാരാണ് ആ പള്ളിയിലുള്ളത്. ആ പള്ളിയിലെ വെർജറാണ് അല്ലെങ്കിൽ അവിടുത്തെ കപ്പ്യാരാണ് ആൽബർട്ട് ഫോർമാൻ എന്നുള്ള വ്യക്തി. 16 വർഷമായിട്ട് അദ്ദേഹം ആ പള്ളിയിൽ ജോലി ചെയ്യുകയാണ്. ഏറെ വിശ്വസ്തയോടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ. ഒരു ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് ബാപ്റ്റിസം സർവീസ് പള്ളിയിൽ നടക്കുകയായിരുന്നു. സ്നാന ശുശ്രൂഷ, കുഞ്ഞുങ്ങളുടെ പേരിടുന്ന ചടങ്ങ്. ആ ചടങ്ങ് അച്ഛനാണ് ആ ചടങ്ങ് നടത്തുന്നത്. കൂടെ സഹായിയായിട്ട് ആൽബർട്ട് ഫോർമാനെ നിൽക്കുന്നുണ്ട്. ചടങ്ങെല്ലാം കഴിഞ്ഞു, ആൾക്കാരൊക്കെ പിരിഞ്ഞു. പുരോഹിതൻ ഫോർമാനോടൊരു കാര്യം പറഞ്ഞു. എന്നെ പള്ളിയിലെ വെസ്ട്രിയിൽ വന്നൊന്ന് കണ്ടിട്ട് പോകണം. പള്ളിയുടെ ബാക്കിലുള്ള അച്ഛന്മാർ വിശ്രമിക്കുന്ന മുറി വെസ്ട്രി, അവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോകണം. ആൽബർട്ട് ഫോർമാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ വരാം. അച്ഛൻ്റെ കൂടെ നടന്നു. പുതുതായിട്ട് വന്ന പുരോഹിതനാണ് ആ പള്ളിയിൽ. ഒരു ചെറുപ്പക്കാരനാണ്, 40 വയസ്സിനടുത്തുള്ളൊരു പ്രായമേ ഉള്ളൂ. നേരത്തെ മുൻപിരുന്ന പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതം, എല്ലാ കാര്യത്തിലും കയറി ഇടപെടും, എല്ലാത്തിലും അഭിപ്രായം പറയും. അങ്ങനെ ഒരു പ്രകൃതക്കാരനാണ് ഫോർമാൻ. ഉള്ളുകൊണ്ട് ഈ അച്ഛൻ അത്ര ഇഷ്ടമൊന്നുമില്ല പുള്ളിയുടെ രീതികൾ. പള്ളിയുടെ ബാക്കിലുള്ള വെസ്ട്രിയിൽ എത്തിയപ്പോഴത്തേക്കും പള്ളിയിലെ 2 പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അച്ഛനും നടുക്കുള്ള കസേരയിലിരുന്നു. എന്നിട്ട് ആൽബർട്ട് ഫോർമാനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പള്ളിയിലെ രേഖകളൊക്കെ പരിശോധിക്കുകയായിരുന്നു. രേഖ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം കണ്ടപ്പോൾ എന്നെ വളരെയധികം അതിശയപ്പെടുത്തി. ആൽബർട്ട് ഫോർമാൻ എന്നുള്ള ഈ പള്ളിയിലെ വെർജറായ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. നിങ്ങളൊരു ഇല്ലിറ്ററേറ്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഫോർമാൻ ഒന്നും പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതെ മിണ്ടാതെ നിന്നു. ഫോർമാനോട് അച്ഛൻ പറഞ്ഞു, 3 മാസം സമയം തരാം. 3 മാസത്തിനകത്ത് എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കണം. ഈ പള്ളിയിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു ജീവനക്കാരനെ നിർത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫോർമാൻ തലകുലുക്കിയിട്ട് പറഞ്ഞ്, അച്ഛോ, അത് നടപ്പുള്ള കാര്യമല്ല. എനിക്ക് ഇത്രയും പ്രായമായി, 50 വയസ്സ് കഴിഞ്ഞു. മാത്രമല്ല കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ വളരെ വിശ്വസ്തയോടുകൂടി ഞാൻ ഈ പള്ളിയിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. അത് മതി, എനിക്ക് ഇനിയിപ്പോൾ എഴുതാനും വായിക്കാനും പഠിക്കാൻ പ്രയാസമാണ്. ചെറുപ്പക്കാരനായ ഈ പുരോഹിതൻ പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഫോർമാൻ നിങ്ങളോട് പറയുകയാണ്, 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് എഴുതാനും പഠിക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പള്ളിയിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോവാം. ആൽബർട്ട് ഫോർമാൻ ഞെട്ടിപ്പോയി അച്ഛൻ്റെ ആ വാക്ക് കേട്ടിട്ട്.
ഏറെ നിരാശയോടുകൂടി പള്ളിയിലെ കയ്യിലുണ്ടായിരുന്ന പള്ളിയിലെ താക്കോൽ കൂട്ടമെല്ലാം അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പിരിഞ്ഞു പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തകർന്ന ഹൃദയത്തോടു കൂടിയാണ് അദ്ദേഹം പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങി വളരെ കുറച്ച് സമയത്തിനകത്ത് ഫോർമാൻ നടന്ന് വീട്ടിലെത്തും. ഒരു 5-10 മിനിറ്റ് മതി വീട്ടിലെത്താനായിട്ട്. അന്ന് പക്ഷെ ഒരു അരമണിക്കൂർ നടന്നിട്ട് വീട്ടിലെത്തിയില്ല. ഫോർമാൻ പെട്ടെന്നാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്, വീട്ടിലോട്ടുള്ള വഴി തെറ്റിപ്പോയി. അന്ന് ഈ ടെൻഷൻ കാരണം വീട്ടിലോട്ടുള്ള വഴി തന്നെ തെറ്റി. ഒരു വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലത്താണ് ഫോർമാൻ വന്ന് നിൽക്കുന്നത്. നല്ല ആൾക്കൂട്ടമുണ്ട്, നല്ല ആൾക്കാർ ഏറെ സഞ്ചരിക്കുന്ന ഒരു റോഡ്, തിരക്കുള്ള ഒരു റോഡിന്റെ സൈഡിലായിട്ട്. ഫോർമാൻ എന്തായാലും വഴി തെറ്റിയല്ലോ, എന്തായാലും വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒന്ന് ചിന്തിച്ച് ഒരു സിഗരറ്റ് വലിച്ചു കളയാം. ഫോർമാൻ അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഒരാളല്ല, പുകവലിക്ക് അടിമയായിട്ടുള്ള വ്യക്തിയല്ല ആൽബർട്ട് ഫോർമാൻ. പക്ഷേ മനസ്സിന് ടെൻഷൻ വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒരു സിഗരറ്റ് വലിക്കും. പക്ഷെ വലിക്കുകയാണെങ്കിൽ ഗോൾഡ് ഫ്ലേക്കേ വലിക്കുള്ളൂ, വേറെ ബ്രാൻഡൊന്നും വലിക്കൂല. അത് ഇയാളുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരു ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവിടെ അത് കിട്ടുന്ന കടയില്ല. ഏകദേശം 1 കിലോമീറ്റർ ഈ ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റ് അന്വേഷിച്ച് നടന്നു. ഒരു കടയിലും സിഗരറ്റ് ഇല്ല. ഇയാൾ മനസ്സിൽ ചിന്തിച്ചു, ഇത്രയും കടകൾ ഇവിടെ ഉണ്ട്, ഞാനിതാ 1 കിലോമീറ്റർ നടന്നു, എന്നിട്ട് സിഗരറ്റ് വിൽക്കുന്ന ഒരു കട പോലും ഇവിടെ ഇല്ലല്ലോ. ആർക്കെങ്കിലും ഇവിടെ ഒരു സിഗരറ്റ് വിൽക്കുന്ന കട തുടങ്ങിക്കൂടായിരുന്നു. വീണ്ടും മുമ്പോട്ട് നടന്നപ്പോൾ ഇയാളുടെ മനസ്സിലൊരു ആശയം, എനിക്ക് എന്തായാലും പള്ളിയിലെ ജോലി നഷ്ടപ്പെട്ടു, ഇവിടെ ഒരു സിഗരറ്റ് വിൽക്കുന്ന കട തുടങ്ങിയാലോ. തിരിച്ച് വീട്ടിൽ ചെന്ന് കസേരയിലിരുന്ന് ഭാര്യ നല്ല കടുപ്പത്തിൽ ഒരു ചായ കൊണ്ടു കൊടുത്തു. ആ ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഭാര്യയോട് വിവരമൊക്കെ പറഞ്ഞു. ജോലി നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും വളരെ വിഷമം. തൊട്ടടുത്ത ദിവസം തന്നെ അയാൾ ആൽബർട്ട് വന്ന തെരുവിൽ തിരക്കി. ഒരു കൊച്ചു കടയുടെ മുമ്പിൽ ബോർഡ് ഇരിക്കുന്നു, ടു ലെറ്റ്. ആ കടയെക്കുറിച്ച് അന്വേഷിച്ചു. കുറച്ച് ദിവസത്തിനകത്ത് തന്നെ ആ കട വാടകയ്ക്കെടുത്തു. അവിടെ ഒരു സിഗരറ്റും ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കട അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതുവഴി പോകുന്ന മിക്കവാറും പേർക്ക് ആൽബർട്ട് ഫോർമാൻ പരിചിതനാണ്, കാരണം പള്ളിയിലെ ജീവനക്കാരനായിരുന്നത് കൊണ്ട്. എല്ലാ ദിവസവും പ്രതീക്ഷിച്ചതിനേക്കാൾ കച്ചവടം ഇയാൾക്ക് നടക്കുമായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കട തുടങ്ങി ആൽബർട്ട് ഫോർമാൻ 3 കട തുടങ്ങി. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് 8-10 കടകളായി. പിന്നെ ആൽബർട്ട് ഫോർമാൻ ഒരു വലിയ മുതലാളിയുടെ രീതിയിലായി. കടകളിലൊന്നും പോയി നിൽക്കില്ല. കടകളിലൊക്കെ എല്ലാ കടയിലും സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ എല്ലാ കടയിലും കാറിൽ പോവും. കടയിൽ നിന്നുള്ള കളക്ഷൻ എല്ലാം വാങ്ങിക്കും, ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. ആൽബർട്ട് ഫോർമാന്റെ ജീവിതം അങ്ങനെ വളരെ സുഖകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം കടയിൽ നിന്നുള്ള കളക്ഷൻ എല്ലാം വാങ്ങിച്ച് ബാങ്കിലെത്തിയപ്പോൾ ബാങ്കിലെ ജീവനക്കാരൻ പറഞ്ഞു, സർ, പോകുന്നതിന് മുമ്പ് മാനേജറെ ഒന്ന് കാണണം. ശരി, കാണാം. മാനേജറെ കാണാനായിട്ട് കയറി. മാനേജർ പറഞ്ഞു, ഇരിക്കണം. വളരെ ഭവ്യതയോടുകൂടി ആൽബർട്ട് ഫോർമാനെ സ്വീകരിച്ചു. മാനേജർ പറഞ്ഞു, നമ്മുടെ ഈ ബാങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ്, നിക്ഷേപമുള്ള വ്യക്തി താങ്കളാണ്. ആൽബർട്ട് ഫോർമാൻ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. നിങ്ങൾക്കാണ് ഇപ്പൊ, സാറിനാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം. എന്നിട്ട് കുറച്ച് ഫോമുകൾ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ ബാങ്കിൽ ഒരു പുതിയ ഒരു ഷെയർ മാർക്കറ്റിന്റെ സംഭവം തുടങ്ങുന്നുണ്ട്, കുറച്ച് പൈസ അതിലോട്ട് മാറ്റി നിക്ഷേപിക്കണം, അത് ഞങ്ങൾക്കൊരു വളരെ സഹായമാണ്. ഈ ഫോമൊക്കെ വായിച്ചു നോക്കിയിട്ട് അത് സൈൻ ചെയ്ത് തന്നാൽ മതി. ആൽബർട്ട് ഫോർമാൻ അത് വാങ്ങിച്ചു. ആ ഫോമൊക്കെ നോക്കിയിട്ട് ഇയാൾ തലകുത്തനെ പിടിച്ചുകൊണ്ടാണ്, ആ ഫോമൊക്കെ തലകുത്തനെ പിടിച്ചാണ് ഇരിക്കുന്നത്. മാനേജർ പറഞ്ഞൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ട് തന്നാൽ മതി. പെട്ടെന്ന് ആൽബർട്ട് ഫോർമാൻ പറഞ്ഞ്, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഈ അടുത്ത കാലത്താണ് ഞാൻ കഷ്ടിച്ച് ഒപ്പിടാൻ തന്നെ പഠിച്ചത്. എഴുതാനും വായിക്കാനും എനിക്ക് അറിയില്ല. എൻ്റെ ഭാര്യയാണ് വായിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് മാനേജർ പറഞ്ഞു, എഴുതാനും വായിക്കാനും അറിഞ്ഞൂടെ? എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാതെ ആൽബർട്ട് ഫോർമാൻ ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ബിസിനസ്സുകാരനായിട്ട് മാറി. എഴുതാനും വായിക്കാനും അറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരാവുമായിരുന്നു? അപ്പൊ ആൽബർട്ട് ഫോർമാൻ ഒരു മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് ഈ കഥയിലെ ഏറ്റവും അവസാനത്തെ വാചകം. ആൽബർട്ട് ഫോർമാൻ പറഞ്ഞ മറുപടി ഇതാണ്: എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനൊരു വലിയ ബിസിനസ്സുകാരനും പണക്കാരനുമായിട്ട് മാറി. എഴുതുവാനും വായിക്കുവാനും അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും ആ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലെ കപ്പ്യാരായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവിടെ ആ കഥ അവസാനിക്കുകയാണ്. ഫോർമാൻ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റിയ ഒരു വ്യക്തി. ഇതാണ് ആദ്യത്തെ കഥ. രണ്ടാമത്തെ കഥയിലേക്ക് പോകട്ടെ. എല്ലാം കൊച്ചു കൊച്ചു കഥകൾ. രണ്ടാമത്തെ കഥ അതിൽ ലണ്ടനിൽ തന്നെയാണ് നടക്കുന്നത്. ഇതൊരു സംഭവ കഥയാണ്.
വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു കൊച്ചുകുട്ടി സ്കൂളിലെ പഠനം 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ആ കൊച്ചുകുട്ടിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം വീട്ടിലെ ദാരിദ്ര്യമാണ്, കടുത്ത ദാരിദ്ര്യം. സ്കൂളിൽ പോയി പഠിക്കാനായിട്ട് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. സ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് അവൻ ചെറിയ ജോലിക്കൊക്കെ പോയി. അവന് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കുപ്പികളുടെ പുറത്ത് ലേബൽ ഒട്ടിക്കുന്ന ജോലിയാണ്. അങ്ങനെ അവൻ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കുപ്പിയുടെ പുറത്ത് ലേബൽ ഒട്ടിക്കുന്ന ജോലിയൊക്കെ ചെയ്യും. വൈകുന്നേരവും രാത്രിയും സമയം കിട്ടുമ്പോഴൊക്കെ ഇവൻ കഥകൾ എഴുതുമായിരുന്നു. കഥ എഴുതാനായിട്ട് ഇവന് വലിയ താല്പര്യം. ഇവൻ എഴുതുന്ന കഥകളെല്ലാം ഒരു മാസികയ്ക്ക് അയച്ചു കൊടുക്കും. അവൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും, എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കഥ മാസികയിൽ, ഏതെങ്കിലും മാസികയിൽ അച്ചടിച്ചു വരുമെന്നുണ്ട്. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഇവന്റെ കഥ അച്ചടിച്ചു വന്നു ഒരു മാസികയില്. ഇവൻ ഓടിപ്പോയി ആ മാസിക വിലയ്ക്ക് വാങ്ങിച്ചു. ഇവന്റെ സുഹൃത്തുക്കളെ എല്ലാം കൊണ്ടുകടന്ന് കാണിച്ചു, എൻ്റെ കഥ ഇത് അച്ചടിച്ചു വന്നു, കഥ അച്ചടിച്ചു വന്നു. എന്നിട്ട് ഇവൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. മാസികയിൽ കഥ വന്നതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് പൈസ ഇവന് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില്. പക്ഷെ ഇവൻ പ്രതീക്ഷിച്ചതുപോലെ മാസികയിൽ കഥ വന്നതുകൊണ്ട് ഇവന് പൈസയൊന്നും കിട്ടിയില്ല. പകരം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാസികയുടെ എഡിറ്റർ, പത്രാധിപർ ഇവനൊരു കത്ത് എഴുതി. ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കഥ ഞാൻ വായിച്ചു മോനെ, നിനക്ക് നല്ല ഒരു വലിയ പ്രസിദ്ധനായ കഥാകാരനാവാനുള്ള എല്ലാ കഴിവുകളും നിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിനക്ക് നല്ല കഥ എഴുതാനുള്ള കഴിവുണ്ട്, നല്ല ഭാവനയുണ്ട്. നീ ഒരു വലിയ കഥാകാരനായിട്ട് മാറും. ലോകം മുഴുവൻ ആദരിക്കുന്ന, അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ട് നീ മാറും എന്ന് പറഞ്ഞ് നല്ല പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു കത്ത് ആണ് ഇവന് ലഭിച്ചത്. ആ കത്ത് കിട്ടിയപ്പോൾ ഇവന് വലിയ സന്തോഷം. ഇവൻ വീണ്ടും കഥകൾ എഴുതാൻ തുടങ്ങി. അവന്റെ കഥകൾ ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്ന കണ്ടുകൊണ്ട് മറ്റ് മാസികക്കാർ ഇവന്റെ കഥ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവൻ ഒരു പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനായി തീർന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രസിദ്ധ എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസ് ആണ് ഈ വ്യക്തി. പ്രസിദ്ധമായ ഒട്ടേറെ നോവലുകൾ എഴുതിയ ഒരു വ്യക്തിയാണ് ചാൾസ് ഡിക്കൻസ്. ക്രിസ്മസ് കരോളജി, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ നോവലുകളാണ്. ഇതാണ് രണ്ടാമത്തെ കഥ. ഒരു എഡിറ്ററിന്റെ വാക്കുകൾ എങ്ങനെ ഒരു വ്യക്തിയിൽ വലിയ ചലനം സൃഷ്ടിച്ചു എന്നുള്ളത്, ഒരു കഥാകാരന് എങ്ങനെ ജന്മം നൽകിയത്. ഇനി മൂന്നാമത്തെ ചെറിയ കഥയിലോട്ട് പോകട്ടെ. ആ കഥയുടെ പേര് ഇതാണ്: ദി പ്രൈസ്ലെസ് സ്റ്റോൺ. ദി പ്രൈസ്ലെസ് സ്റ്റോൺ, വിലമതിക്കാനാകാത്ത കല്ല്. ഒരിക്കലൊരു കുട്ടി, ഏകദേശം 16-17 വയസ്സുള്ള ഒരു കുട്ടി, ലേറ്റ് ടീനേജിൽപ്പെട്ട ഒരു കുട്ടി, അവന്റെ അപ്പനോട് എന്നൊരു ചോദ്യം ചോദിച്ചു. സാധാരണ മക്കൾ ചോദിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ചോദിച്ച ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മൈ ലൈഫ്? അതാണ് ചോദ്യം. എൻ്റെ ജീവിതത്തിന്റെ വില എത്ര? അപ്പനൊന്ന് ആലോചിച്ചു. അപ്പൻ വിലയൊന്നും പറയാൻ പോകില്ല. പകരം ഒരു ചെറിയ കാര്യം ചെയ്തു. ഒരു മനോഹരമായ ഒരു കല്ലെടുത്ത് മോന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നാളെ നീ ഈ കല്ലും കൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ പോകണം. ഈ കല്ല് അവിടെ വിൽക്കാൻ വെക്കുന്നത് പോലെ വെച്ചോണ്ട് നിൽക്കണം. ആരെങ്കിലും വന്ന് നിന്റെ അടുത്ത് ഈ കല്ലിന്റെ വില ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് റേസ് 2 ഫിംഗേഴ്സ്, നിന്റെ കൈയുടെ 2 വിരലുകൾ ഉയർത്തി കാണിക്കുക. കല്ലിന്റെ വിലയൊന്നും പറയരുത്. നാളെ ഈ കല്ലുമായിട്ട് നീ മാർക്കറ്റിൽ പോവുക. അപ്പൻ പറഞ്ഞതനുസരിച്ച് അടുത്ത ദിവസം അവൻ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിന്റെ ഒരു ഭാഗത്ത് ഈ കല്ലുമായിട്ട് നിന്നു. ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, ഈ കല്ലിന്റെ വില എത്രയെന്ന് ചോദിച്ചു. ഇവൻ 2 വിരലുകൾ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ആ സ്ത്രീ പറഞ്ഞ്, $2. ഞാൻ ഈ കല്ല് $2 വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ അപ്പൻ പറഞ്ഞിട്ടുണ്ട്, നീ വിലയ്ക്ക് കൊടുക്കരുത്, തിരിച്ചിങ് കൊണ്ടുവരണം. അവൻ വിലയ്ക്ക് കൊടുത്തില്ല. അവൻ തിരിച്ച് ആ കല്ല് കൊണ്ട് വീട്ടിൽ വന്ന് അപ്പനോട് പറഞ്ഞു, ഈ കല്ല് ഒരു സ്ത്രീ വാങ്ങിക്കാൻ സമ്മതിച്ചു, $2 അവര് പറഞ്ഞ വില, ഞാൻ കൊടുത്തില്ലപ്പ. അപ്പൻ അവനോട് പറഞ്ഞു, നാളെ നീ ഈ കല്ല് കൊണ്ടുപോകണം. മറ്റൊരു സ്ഥലത്താണ് പോകേണ്ടത്. ഇന്ന് മാർക്കറ്റിൽ പോയി നാളെ നീ പോകേണ്ടത് മ്യൂസിയത്താണ്. ഇവിടുത്തെ മ്യൂസിയത്തിൽ പോകണം. അവിടെ പോയി ഈ കല്ലുമായിട്ട് നിൽക്കണം. മ്യൂസിയത്തിൽ ഒരുപാട് സന്ദർശകർ വരും അവിടെയുള്ള പുരാവസ്തുക്കളൊക്കെ കാണാനായിട്ട്. ആരെങ്കിലും ഇതുപോലെ നിന്റെ അടുത്ത് വന്ന് കല്ല് ചോദിക്കും, ഈ കല്ലിന്റെ വില ചോദിക്കുമ്പോൾ ഇതുപോലെ 2 വിരൽ ഉയർത്തി കാണിക്കുക. അപ്പൻ പറഞ്ഞ അനുസരിച്ച് അടുത്ത ദിവസം അവന് മ്യൂസിയത്തിന്റെ സമീപത്തെത്തി. കല്ലുമായിട്ട് നിന്ന് ഒരാൾ വന്ന് കല്ലിന്റെ വില ചോദിച്ചു. ഇവൻ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. അയാൾ ഉടനെ പറഞ്ഞു, $200, ഞാൻ ഈ കല്ല് വാങ്ങിക്കാം. $200 ഞാൻ വാങ്ങിക്കാം. ആദ്യത്തെ ദിവസം $2, രണ്ടാമത്തെ ദിവസം $200, സെയിം സാധനം. ഇവൻ കൊടുത്തില്ല. ഇവൻ വന്ന് അപ്പനോട് ഈ വിവരമൊക്കെ പറഞ്ഞു.
അപ്പൻ പറഞ്ഞു, നന്നായി, നീ കൊടുത്തില്ല. നീ നാളെ ഈ വേറൊരു സ്ഥലത്ത് ഈ കല്ലും കൊണ്ട് പോകണം. നാളെ നീ പോകേണ്ടത് ഒരു ജൂവലറിന്റെ അടുത്താണ്. നമ്മുടെ ഈ പട്ടണത്തിലുള്ള രത്നവ്യാപാരിയുടെ അടുത്ത് പോകണം. ഈ കല്ല് കാണിക്കണം. വില ചോദിക്കുമ്പോൾ നീ 2 വിരലുകൾ ഉയർത്തി കാണിക്കുക. അടുത്ത ദിവസം അവൻ പോയി അവിടുത്തെ രത്നവ്യാപാരിയുടെ അടുത്ത് ചെന്നു. മനോഹരമായി ഈ കല്ല് കാണിച്ചു. ആ വില ചോദിച്ചപ്പോൾ ഇവൻ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. ആ രത്നവ്യാപാരി അവന്റെ കയ്യിൽ നിന്ന് കല്ല് വാങ്ങിച്ചു. നന്നായിട്ടൊന്ന് പരിശോധിച്ചു. തിരിച്ച് അവന്റെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഈ കല്ലിന് ഞാൻ തരാൻ പോകുന്ന വില $200,000 ആണ്. $200,000 ഇതിന് ഞാൻ തരും. അവനത് കൊടുത്തില്ല. അവൻ ആ കല്ലുമായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അപ്പനോട് കാര്യം പറഞ്ഞു. അപ്പൻ അവനോട് മറുപടി പറഞ്ഞു. അപ്പനോട് അവൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മൈ ലൈഫ്? അപ്പൻ മറുപടി അപ്പൊ പറഞ്ഞു, ദി വാല്യൂ ഓഫ് യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു പ്ലേസ് യുവർ സെൽഫ്. നീ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചാണ് നിന്റെ ജീവിതത്തിന്റെ വില നിശ്ചയിക്കുന്നത്. നീ എന്ന് പറയുന്നത് ചിലർക്ക് നിന്റെ വില $2 ആയിരിക്കും, ചിലർക്കത് $200 ആയിരിക്കും, വേറെ ചിലർക്കത് $200,000 ആയിരിക്കും. യു ആർ പ്രൈസ്ലെസ് ടു ദി റൈറ്റ് പീപ്പിൾ. ശരിയായിട്ടുള്ള ആളുകൾക്ക് നീ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വിലമതിക്കാനാകാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ആളുകളുടെ ചുറ്റിനും വേണം നീ നിൽക്കാനായിട്ട്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദോസ് ഹു റെക്കഗ്നൈസ് യുവർ ട്രൂ വാല്യൂ. നിന്റെ യഥാർത്ഥ വില അറിയുന്നവരുടെ കൂടെ വേണം നീ നിൽക്കാനായിട്ട്. ഇതാണ് അപ്പൻ അവന് കൊടുത്ത മറുപടി. ഇതാണ് 3ാമത്തെ കഥ. കഥകൾ 3 അവസാനിച്ചു. താങ്ക് യു സാർ. താങ്ക് യു സാർ. വളരെ മനോഹരമായി ചിന്തിപ്പിക്കുന്ന കഥകൾ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവസാനത്തെ കഥയിൽ നിന്ന് തുടങ്ങും. അപ്പോഴാണ് കറക്റ്റ്. നമ്മൾ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. ആദ്യത്തെ വ്യക്തി പ്ലേസ് ചെയ്തൊരു സ്ഥലമുണ്ട്, പിന്നെ 2ാമത്തെ വ്യക്തി പ്ലേസ് ചെയ്യാൻ വേണ്ടി കാരണമായ ഒരു പ്രോത്സാഹനമുണ്ട്. അപ്പോൾ ഒരു ലൈഫിനെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലൊക്കെ മുന്നോട്ട് പോകാൻ മടിച്ചും പ്രയാസപ്പെട്ടും ഒക്കെ നിൽക്കുന്നവരുടെ മുമ്പിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ 3 കഥകൾ. 3ഉം ഒരേ രീതിയിൽ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരും. കൃത്യമായ അവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുന്നു. അവസാനം പറഞ്ഞ കഥ തന്നെ വളരെ മനോഹരമായി. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. സാർ സ്റ്റാർട്ട് ചെയ്തു. സാർ കേൾക്കാമോ? കൈ പോയി തോന്നുന്നു. റോയ് സാർ പറഞ്ഞു. ഈ ആദ്യത്തെ കട ഈ വേദിയിലാരോ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇനിവേ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് ഒരാൾ ബിസിനസ്സുകാരനായ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ബിസിനസ്സുകാരനായില്ലായിരുന്നുവെങ്കിൽ അയാൾ ഇപ്പോഴും ആ പഴയ ജീവിതത്തിന് കഴിഞ്ഞേനെ എന്ന് പറയുന്ന ആണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസമുള്ള ഒരച്ഛൻ വന്നപ്പോഴത്തേക്കും കപ്പിയാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഒരു വിദ്യാഭ്യാസമുള്ള ആളെ വെക്കണമെന്ന് ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്. പക്ഷേ അങ്ങനെ വിഷമിച്ചു പോയ അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെ എങ്ങും സിഗരറ്റ് ഇല്ല. അപ്പൊ അയാളൊരു ഐഡിയ ഉണ്ടായി, ഒരു സിഗരറ്റ് കട തുടങ്ങിയാൽ രക്ഷപ്പെടുമല്ലോ എന്ന്. അപ്പോൾ അവിടെ ഒബ്സർവേഷനിലൂടെയാണ് അദ്ദേഹത്തിന്റെ അറിവ് വന്നത്. ഏതായാലും അത് അദ്ദേഹം ബിസിനസ്സിൽ വളരെ നേട്ടം കൊണ്ടിരുന്നു. അവസാനം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അവസരം ഉള്ള ദോഷം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബാങ്കിന്റെ ഇത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് എഴുതാനും വായിക്കാനും ഇല്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പൊ അത് അറിഞ്ഞില്ലല്ലോ എന്ന് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്ര ഉയർച്ച വന്നത്, അല്ലെങ്കിൽ ഞാൻ പഴയ ആ പള്ളിയിൽ തന്നെ കപ്പിയാരായി കഴിയുകയുള്ളൂ എന്ന ഒരു ഇത്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ആളുകളിൽ വ്യത്യാസങ്ങൾ വരുന്നതും എല്ലാം ചെയ്യുന്നത് എന്ന് നമുക്കതിൽ നിന്നൂടെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ചാൾസ് ഡിക്കൻസിന്റെ കഥയാണ് അടുത്തതായിട്ട് പറഞ്ഞത്. അദ്ദേഹം ഒരു എഴുത്തുകാരനായ അദ്ദേഹം 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അങ്ങ് വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിത്തം ഒഴിവാക്കാനുള്ള ഒരവസരം വന്നുപോയി.
അപ്പോൾ അങ്ങനെ കഴിയുന്ന അദ്ദേഹം ഇച്ചിരി കുപ്പിയിൽ ലേബലൊട്ടിക്കുന്ന പണിയൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ കഥ എഴുതുന്നതിനും കഥ എഴുതിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് കഥ എഴുതുന്ന എല്ലാവർക്കും കാണുമെന്ന് അച്ചടിച്ചു വന്നാൽ താല്പര്യമുണ്ട്. അപ്പോൾ അച്ചടിച്ചു വന്നു. പക്ഷെ എന്നാലും സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും ഈ മാസിക സുഹൃത്തുക്കളെ കാണിച്ച് തൻ്റെ കഴിവുകളെല്ലാവരെ ചോദിച്ചു, എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ പത്രാധികാരിക്ക് ഒരു കത്ത് കിട്ടി. ഇത് അങ്ങനെ ഒരു എഴുത്തുകാരനാവാൻ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എങ്ങനെ ഫേമസ് ആയ ഒരു എഴുത്തുകാരനായി എന്ന സാഹചര്യം നമുക്ക് ഒത്തിരി ഗൈഡ്ലൈൻസ് തരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്താൽ അത് നേട്ടം ഉണ്ടാകും എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ വാല്യൂ ഓഫ് ലൈഫാണ് അടുത്ത കഥയായിട്ട് കണ്ടത്. അത് തൻ്റെ മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് ഒരു കല്ല് കൊടുത്തു വിട്ടു തൻ്റെ പിതാവ്. അപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് പറയരുത്, 2 വിരലും പൊക്കി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പല സാഹചര്യങ്ങളിലും പല വാല്യൂ ആണ് അതിന് കിട്ടിയത്. അത് കൂടി വാല്യൂ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും, വാല്യൂ ഓഫ് ലൈഫ് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ എവിടെയാണ് ചിലവഴിക്കുന്നത് എന്നനുസരിച്ചാണ്. കാരണം അത് വെറും മാർക്കറ്റിൽ കൊണ്ട് വെച്ച് കിട്ടിയപ്പോൾ ഒരു സ്ത്രീയാണ് വന്നത്, $2 കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെ സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടി. ജ്വല്ലറി കൊണ്ട് കൊടുത്തപ്പോഴാണ് അതിൻ്റെ വാല്യൂ കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വാല്യൂ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നു. അപ്പോൾ ഏറ്റവും നല്ല ആളുകളുടെ ഇടയിൽ ജീവിച്ചാൽ ഒരു നല്ല ആളായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് സാരം. അപ്പോൾ ഏതായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 3 കഥകൾ 3 കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തന്ന സാറിന് അഭിനന്ദനങ്ങൾ. സാരം ഓക്കെ. ഞാൻ പറയാം. 3 കഥകൾ വളരെ മനോഹരവും ഗുണപാഠപ്രദവുമായിരുന്നു. ഒന്നാമത്തെ കഥയില് വിദ്യാസമ്പന്നനല്ലെങ്കിലും ജോലി നഷ്ടപ്പെട്ടത് കാരണം നിരാശനാകാതെ സിഗരറ്റ് ബിസിനസ് ചെയ്ത് കോടീശ്വരനാകുന്നു. ബാങ്കിന്റെ ഏറ്റവും വലിയ സമ്പന്നനായി മാനേജർ അറിയിക്കുന്നു. ഓരോരുത്തരുടെ പഴഞ്ചൊല്ലുണ്ട്, ഭാഗ്യവന്തം പ്രസൂയതാം ആശുരം മാച പണ്ഡിതം. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രണ്ടാമത്തെ കഥ ചാൾസ് ഡിക്കൻസിന്റെ. എഴുത്തുകാരനായി, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എഴുതി സ്വന്തം കഴിവ് കൊണ്ട് വലിയൊരു എഴുത്തുകാരനായി, ലോകമറിയുന്ന എഴുത്തുകാരനായി മാറി. മൂന്നാമത്തതാണ് കല്ലിന്റെ കഥ. ഓരോരുത്തരും എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ചാണ് അവരുടെ വില. ആദ്യത്തെ കഥ മാർക്കറ്റിൽ കൊണ്ടുപോയപ്പോൾ $2, അടുത്ത് $200, അടുത്ത് മൂന്നാമത് രത്നവ്യാപാരിയുടെ അടുത്ത് പോയപ്പോ അത് $2 ലക്ഷം വില ഇട്ടു. അപ്പോ എത്രയാണ് വില എന്നുള്ളത് ആ മകന് അച്ഛൻ മനസ്സിലാക്കി കൊടുക്കുന്നു. 3 കഥയും നല്ല കഥകളാണ്, കേട്ടിരിക്കാനും സുഖം തോന്നി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. ഓമന ടീച്ചർ പറയൂ. താങ്ക് യു സർ. കഥ നല്ലതായിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. പിന്നെ ആ പുതിയ പള്ളിയിലച്ഛൻ വന്ന് ആ കപ്പ്യാരെ ഇറക്കി വിട്ടത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുവരെ അത്രയും നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഇത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കിയപ്പം അങ്ങേരെ ഒത്തിരി വിഷമിച്ച് കാണും. പക്ഷെ എല്ലാം നല്ലതിന്, എല്ലാത്തിനും ഒരു നല്ല വശം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് നല്ലതിനാന്നുള്ളതിന്റെ ഒരു തെളിവ് ആയിട്ട് അങ്ങേര് വഴിതെറ്റിപ്പോകാനും, ടെൻഷൻ കൊണ്ടാണ് വഴിതെറ്റിപ്പോയത്. സിഗരറ്റ് വലിക്കാൻ തോന്നാനും, സിഗരറ്റ് കിട്ടാതെ വന്നപ്പോൾ ഒരു സിഗരറ്റിന്റെ കട ഉണ്ടാക്കാൻ തോന്നാനും ഒക്കെ. അപ്പൊ അതെല്ലാം ദൈവം കപ്പ്യാർക്ക് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു എന്ന് വിചാരിക്കാം. അച്ഛനൊരു നിമിത്തമായതാണെന്ന് വിചാരിക്കാം. നല്ല കഥയായിരുന്നു, നല്ല അവതരണമായിരുന്നു. പിന്നെ ചാൾസ് ഡിക്കൻസിന്റെ ചെറുപ്പകാലം എല്ലാം നമുക്ക് മുന്നോട്ട് പോസിറ്റീവായിട്ട് പോകാനുള്ള ഇൻടേക്സ് കിട്ടുന്ന രീതിയിലുള്ള കഥകളാണ്, നല്ല മോറൽസ് ഉള്ള കഥകളാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു മാം. ലേണൻ സർ, പറയും. അഡ്മിറ്റ് ചെയ്യും സർ. രണ്ടാമത്തെ കഥ ഞാൻ കേട്ടില്ല, നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നെ വല്ലാതെ ആകർഷിച്ചത് ആദ്യത്തെ കഥയാണ്. വ്യക്തിയുടെ സത്യസന്ധതയോ മറ്റൊന്നും പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ നിലനിൽപ്പിന് സാധ്യമല്ലാത്തൊരവസ്ഥ. സ്വന്തം നിലനിൽപ്പ് സ്വയം കണ്ടെത്താൻ ഒരു നിമിത്തമായി മാറുകയാണ് വിദ്യാഭ്യാസം ഇല്ലായ്മ, എഴുത്തും വായനയും അറിയായിക. അച്ഛൻ ചിലപ്പോൾ മറ്റൊന്നും ചിന്തിച്ചിരിക്കില്ല. എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഈ അക്ഷരാഭ്യാസം വേണമെന്ന നിർബന്ധമായിരിക്കും. പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു പ്രയോഗം നടന്നത്. ഇനി അദ്ദേഹത്തിന് ഇവിടെ ജോലി ചെയ്യേണ്ട കാര്യമില്ല. സ്വന്തമായി അധ്വാനിച്ചിട്ട് ഒരു നല്ല നിലയിലേക്ക് എത്തുക എന്നുള്ള നിയോഗം അവിടെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു പുതിയ അച്ഛൻ വരേണ്ടി വന്നു. അപ്പൊ നാം കണ്ടെത്തുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ കരങ്ങൾ ഉണ്ട് എന്ന് പൂർത്തിയാക്കുന്നതാണ് ആദ്യത്തെ കഥ. നന്നായിരുന്നു. രണ്ടാമത്തെ കഥ കേട്ടില്ല. മൂന്നാമത്തെ കഥയെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഐഡന്റിറ്റി, സ്വയം ബോധ്യമാകാനും സാഹചര്യങ്ങൾ ആവശ്യമാണ്. അച്ഛൻ ആ മകന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഓരോ സാഹചര്യത്തിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഞാനെന്ന രത്നത്തിന് അത് അറിയാതെ തന്നെ അതിൻ്റെ അളവുകോൽ മറ്റുള്ളവർ നൽകുന്നു. നാം നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ തരേണ്ട വില നമുക്ക് കിട്ടും. നമ്മുടെ അനുഭവങ്ങളിലൊക്കെ ഉള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ കാരണം നമ്മളുടെ വിഷനാണ്, നാം നിൽക്കുന്ന പോയിന്റുകളാണ്. ആ പോയിന്റിൽ നിൽക്കുന്ന ആൾക്ക് ഇത്ര വില കൊടുക്കാനേ ഉള്ളൂ എന്നൊരു സാമാന്യ ബോധത്തിലാണ് നാം പലപ്പോഴും സംസാരിക്കാറുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ എവിടെ നിൽക്കണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഐഡന്റിറ്റി ആ അച്ഛനിലൂടെ മകൻ സ്വീകരിക്കുന്ന കഥ. ഞാൻ കേട്ട 2 കഥകളും വളരെ നന്നായിരുന്നു. കേൾവിക്കാരന് ആസ്വാദ്യജനകമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കഥ പറഞ്ഞയാളുടെ നെറേഷനാണ്. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വേറെ എവിടെയും തിരിയാനും മറിയാനും വിടാതെ തന്നെ അദ്ദേഹത്തോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നു. കഥ നമുക്ക് വേണ്ടി അർപ്പിച്ച അദ്ദേഹത്തിന് നന്ദി, ഒത്തിരി നന്ദി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഇനി ആരാ പറയുന്നത്? സർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. ഞാൻ ഈ ഇതില് ആദ്യത്തെ കഥയുടെ തുടക്കം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നൊരു കോള് വന്നിട്ട് അത് മുടങ്ങി. പക്ഷെ അതിന്റെ അവസാനം കേട്ടപ്പോൾ എനിക്ക് മറ്റേ സോമർസെറ്റ് മോമിന്റെ ഗ്രേവ് ഡിഗർ ആണെന്ന് തോന്നുന്നു സാർ പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഈ വെർജർ എന്നുള്ള സ്റ്റോറിയാ. അതെ അതെ, സോമർസെറ്റ് മോമിന്റെ ഒറിജിനൽ അമേരിക്കൻ സ്റ്റോറിയാണ് ഗ്രേവ് ഡിഗർ. അപ്പൊ അത് ഈ കപ്പ്യാർക്ക് പകരം ആ കഥയിൽ, ഈ കഥയുടെ മലയാളം വെർഷൻസ് ഒക്കെ ധാരാളം വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ കുഴിവെട്ടുകാരനായിരുന്നു അദ്ദേഹം. ഇങ്ങനെ അതുകൊണ്ട് പോട്ടെ. പക്ഷെ അത് ആ കഥ കേട്ടപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ആളിനെ കാര്യമൊന്ന് പറയാൻ തോന്നുന്നത്. ഈ 2000 പാലക്കാട് ഈ നമ്മുടെ കൂത്താട്ടുകുളത്ത് നിന്ന് ഒരാൾ വന്നു. അദ്ദേഹം 4ാം ക്ലാസ് തോറ്റ ഒരു കർഷകനാണ്. അവിടെ നിൽക്കക്കള്ളി ഇല്ലാതാണ് അദ്ദേഹം പാലക്കാട് വരികയും അദ്ദേഹം ഈ അവിടുന്ന് പുള്ളിയുടെ 13 മക്കളുള്ള ഒരു വീട്ടിലെ ഷെയർ കിട്ടിയ 5000 രൂപയും കൊണ്ടാണ് പുള്ളി വരുന്നത്. പുള്ളി വന്ന് ഈ പാലക്കാട് നല്ലേപ്പള്ളിയിൽ വന്നിട്ടൊരു സ്ഥലം ഒക്കെ വാങ്ങി ചെറിയ ഇതിൽ നഴ്സറി ഒക്കെ വെച്ചിട്ട് ഇയാളിത് നന്നായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. നഴ്സറി എന്ന് പറഞ്ഞാൽ ഈ ചെടികൾ ഉണ്ടാക്കും. പുള്ളി നല്ല കൃഷിക്കാരനാണ്, ഉഗ്രം കൃഷിക്കാരനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി ഈ ഒരു ആരുടെയൊക്കെയോ ഉപദേശമൊക്കെ അനുസരിച്ച് പുള്ളി വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറി തുടങ്ങി, കമ്പനി. അപ്പോൾ അതിൻ്റെ മെഷീനറി ഒക്കെ കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ ഈ KFC ലോൺ എടുത്തിട്ടാണ് പുള്ളി തുടങ്ങുന്നത്. പക്ഷെ പുള്ളി ഈ വെളിച്ചെണ്ണ കൊണ്ട് മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാരഫിൻ ചേർത്ത, മാലിന്യം ചേർത്ത വെളിച്ചെണ്ണ പകുതി വിലയ്ക്ക് ഈ ഷോപ്പുകളിലെല്ലാം അവർ എടുത്തിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ഈ വെളിച്ചെണ്ണ ആർക്കും വേണ്ടാതായി.
വേണ്ടാതായി പുള്ളി 1 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തി നോട്ടീസ് പുള്ളിയുടെ വീടിൻ്റെ ചുമരിൽ പതിച്ചു. അപ്പോൾ ചെറിയൊരു പെരയിലാണ് പുള്ളി താമസിച്ചിരുന്നതും. അത് ആ മില്ലിൻ്റെ ഒരു കോർണർ തന്നെയായിരുന്നു പുള്ളി ഇത് വീട് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. 3 ആൺമക്കളുമായിട്ട് കഴിയുകയാണ്. പുള്ളി ഭയങ്കര ഈ ജപ്തി നോട്ടീസ് വന്നു. അവർ നാട് വിട്ട് ഈ ജപ്തി ചെയ്ത് ബാക്കി പണം വല്ലതും കിട്ടിയാൽ പോകാം എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പുള്ളി വരാനിടയായി. അപ്പോൾ അത് ഞാൻ വെറ്ററിനറി ഡോക്ടറാണ്. അപ്പോൾ അവിടെ ഒരു പശുവിൻ്റെ പ്രസവം. അപ്പോൾ പുള്ളി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നങ്ങ് കരഞ്ഞു. ഒരു മഴ ദിവസമാണ്. അതിനെ വിറ്റ് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതിപ്പോൾ രാവിലെ കുഴപ്പത്തിൽ കിടക്കുകയാണ്, മഴയത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ പോയി ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അതിൻ്റെ പ്രസവമൊക്കെ ശരിയാക്കി കൊടുത്ത് അവിടെ ഇരുന്ന് ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളുടെ കഥയൊക്കെ പറഞ്ഞത്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകാൻ വരട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്ക് എൻ്റെ ബ്രദറിലോ അന്ന് ഈ നല്ലിപ്പള്ളി SBIയിലെ ബ്രാഞ്ച് മാനേജറാണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞ് ഇയാൾക്കൊരു ലോണൊക്കെ ശരിയാക്കി കൊടുത്തു. പിന്നെ അങ്ങനെ പോട്ടെ. ഇപ്പോൾ ഈ സ്കറിയാവുള്ള ചേട്ടൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെങ്കിലും പുള്ളിക്ക് ഈ ഭയങ്കരമല്ല, അതിമനോഹരമായ ഒരു ഈ കൂർമ്മബുദ്ധിയും കഠിനാധ്വാനവും ഉണ്ട്. പുള്ളി ഒരിക്കലും വിശ്രമിക്കുന്നതേ കണ്ടിട്ടില്ല. പുള്ളി അത് കഴിഞ്ഞ് വലിയ ഡയറി ഫാം ആക്കി, അത് കഴിഞ്ഞ് അതിന് കാലിത്തീറ്റയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങി, അത് കഴിഞ്ഞ് പാല് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് സാഷി നിർമ്മിക്കുന്ന ഒന്ന് തുടങ്ങി. തനിമ ഫാം എന്നും പറഞ്ഞ് 2004 പുള്ളിയെ കർഷകോത്തമ കർഷകശ്രീ അവാർഡിന് മനോരമയ്ക്ക് ഞാൻ നോമിനേറ്റ് ചെയ്തു. അദ്ദേഹത്തിന് കർഷകശ്രീ കിട്ടിയതോടുകൂടി കർഷകശ്രീ സ്കറിയാവുള്ള ലോക പ്രശസ്തനായി. ഇപ്പോൾ തനിമ ഫാംസ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ 4ാം ക്ലാസ് തോറ്റ ആളിൻ്റെ ഒരു കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ 1 കോടി രൂപ നമുക്ക് ക്യാഷായിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ 4 സ്ഥാപനത്തിൽ നിന്ന് പുള്ളി ഇപ്പോൾ എടുത്തു തരും. അത്രയധികം സമ്പന്നനായി. പക്ഷേ ഈ വിദ്യാഭ്യാസം ഉള്ളതൊരു കുറവല്ല. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ഇതുപോലെ ഉള്ളിൽ ഭയങ്കര പുള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക എന്നവിടെ എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ വണ്ടികളിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കഠിനാധ്വാനവും നല്ല പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്താം. ഇപ്പോൾ ബാങ്കുകാരെല്ലാം പുള്ളിയുടെ വീട്ടിൽ ക്യൂ നിൽക്കുക, അവരുടെ കയ്യിൽ നിന്ന് ഒരു ലോൺ എടുക്കണേന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ഈ ഗ്രേവ് ഡിഗറുടെ ഈ കഥ കേട്ടപ്പോൾ ഇയാൾ ഈ വായിലിട്ട് ചവയ്ക്കാനല്ലേ പുകയ്ക്കാൻ ഇത് അന്വേഷിച്ച് നടന്ന ആള് വലിയ ബിസിനസ് ബാരനായിട്ട് മാറിയതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ അത് കഥയായിട്ട് എഴുതാൻ ഒക്കെയുള്ള കാര്യം നല്ല എനിക്ക് ഒരുപാട് പെട്ടെന്ന് മനസ്സിലേക്ക് ഇത് റഷ് ചെയ്ത് വന്ന ഒരു സംഭവമാണ്. അതേപോലെ രണ്ടാമത്തെ ഈ കഥ എഴുത്തിൻ്റേത് നമ്മുടെ അക്കിത്തം ഒരുപാട് പേരെ ഈ വലിയ എഴുത്തുകാരാക്കിയിട്ടുണ്ട്. MD ആവാൻ കാരണം അക്കിത്തമായിട്ടുള്ള ബന്ധമായിരുന്നു. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഈ കഞ്ചാവും നക്സലിസും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അക്കിത്തത്തിന്റെ വീട്ടിൽ അഭയം തേടിയിട്ടാണ് അദ്ദേഹം ഈ വലിയ എഴുത്തുകാരനാണ്. അതുപോലെ ഈയിടെ MTയുടെ ഒരു അനുസ്മരണ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തപ്പോൾ നമ്മുടെ ഈ വൈശാഖൻ മാഷ് സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ തിരൂർ കുഞ്ചൻ സ്മാരകത്തിന്റെ MT ഇരുന്ന അതേ സ്ഥാനത്ത് വന്ന ആളാണ്. വൈശാഖൻ മാഷ് പറഞ്ഞു, അദ്ദേഹം ഈ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു കഥ എഴുതി മാതൃഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ ആ കഥയ്ക്ക് ഒരു റിപ്ലൈ ഇല്ലൻഡിൽ MTയുടേത് കിട്ടി. അപ്പോൾ ആ കഥ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്താൽ നീ നല്ല ഗംഭീരനായ ഒരു എഴുത്തുകാരനായി മാറും എന്ന് പറഞ്ഞ് 26 വയസ്സുള്ള MT വാസുദേവൻ നായർ ഇദ്ദേഹത്തിന് ഒരു കഥ അയച്ചു. 26 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ചെറിയ ഒരു യൗവന പ്രായത്തിൽ തന്നെ മാതൃഭൂമി ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്ററായിട്ട് കൃഷ്ണവാര്യർ MTയെ പിടിച്ചു വെച്ചിരുന്നതാണ്. അദ്ദേഹം ഒരു കത്ത് അയച്ചു കൊടുത്തു. ആ കത്തിന്റെ ഇപ്പോൾ ഉള്ള ഒരു ഡിജിറ്റൽ കോപ്പി അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, ആ ഒറ്റ കത്താണ് എന്നെ വലിയ എഴുത്തുകാരനാക്കിയതും ഒക്കെ എന്ന് പറയണ്ട. അത് കേട്ട് എനിക്ക് വലിയ ഈ കഥയുമായിട്ട് വലിയ സാമ്യം തോന്നി. ഒരു പത്രാധിപർ ചെറുബാലൻ ഒരു കത്തയച്ചപ്പോഴേക്ക് അത് വലിയൊരു അംഗീകാരമായിട്ട് വൈശാഖ മാഷ് അത് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ആയിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതിന് ശേഷവും അത് പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കുകയും അത് നശിച്ചു പോയിരിക്കാണ്ട് ഡിജിറ്റൽ കോപ്പി എടുത്തതും ഈ കാലാതീതം എന്നും പറഞ്ഞ് MTയുടെ വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂരി അദ്ദേഹം ഒരു അമ്പലത്തിലെ പൂജാരിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കവന കൗതുകമൊക്കെ MTക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നു, താനൊന്ന് മദ്രാസിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഹോട്ടൽ റൂം എടുക്കാനൊന്നും കയ്യിൽ കാശില്ല. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിലൊക്കെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വടക്കൻ വീരഗാഥയിലെ
ഈ ജയകുമാർ, നമ്മുടെ കെ ജയകുമാർ IAS ഒന്ന് രണ്ട് പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു പാട്ട് എഴുതാനായിട്ട് ഇയാളോട് പറഞ്ഞു. അപ്പോൾ ഈ രാത്രിയിൽ മമ്മൂട്ടി ആ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു പാട്ടാണ്, അതിൻ്റെ വരികൾ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇത് ഇദ്ദേഹം എഴുതി 2 പാട്ട് എഴുതി കൊടുത്തു. അപ്പൊ ഇത് MT നിർബന്ധിച്ച് ഇയാളെ കൊണ്ട് എഴുതിച്ചതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലല്ല, അത് കെ ജയകുമാർ എഴുതിയാണ് ചന്ദന ലേപ സുഗന്ധം. ഈ രാത്രിയിൽ കാമുകയെ പ്രാപിക്കാനായിട്ട് ഈ ചന്ദ്രഗിരി പുഴ നീന്തിയിട്ട് മമ്മൂട്ടി കുതിരപ്പുറത്ത് പോകുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ അത് കണ്ടുള്ള പാട്ടാ സാറേ. ആയിക്കോട്ടെ, അത് അപ്പൊ അത് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ട് MT ഇദ്ദേഹത്തിന് ഈ അമ്പലത്തിലൊരു പൂജാരിയായിട്ട് ഒതുങ്ങി പോകേണ്ട ആളിനെ ഇതുപോലൊരു അവസരം കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹം വലിയ പ്രശസ്തനായ കവിയും ലിറിക്സ് ഒക്കെ എഴുതുന്ന ആളായിട്ടൊക്കെ മാറിയതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സാറിൻ്റെ ഈ കഥയിൽ കയറിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി 1 മിനിറ്റ് കൂടെ ഞാൻ എടുത്തോട്ടെ. ഈ കോഴിക്കോട് ഒരു ഈ നാടൻ പശുക്കളുടെ ഒരു വലിയ സെമിനാറിന് ഞാൻ പോയി. അപ്പോൾ അതിനൊരു പ്രസന്റേഷനുമായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഈ നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സസിൻ്റെ ഒരു എക്സ്പേർട്ട് പാനൽ മെമ്പർ ആയതുകൊണ്ടാണ് അതിന് അവർ ക്ഷണിച്ച് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെ ഉയരം കുറഞ്ഞ ഒരു പശുവായിട്ട് അത്തോളി പഞ്ചായത്തിലെ ബാലകൃഷ്ണൻ അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഡ്വാർഫ് കുഞ്ഞൻ പശുവായിട്ടാണ് ഇദ്ദേഹം വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ആകെ 87 സെൻറ്റിമീറ്റർ മാത്രം പൊക്കമുള്ള ഒരു പശു. അപ്പോൾ അതിന് പേര് ഇയാൾ മാണിക്യൻ എന്നാണ് വിളിക്കുന്നത്, മാണിക്യം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ പശുവായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 97 സെൻറ്റിമീറ്റർ ഉള്ളതാണ്. അപ്പോൾ ഞാനിത് ഗിന്നസ് ബുക്കിന് റിപ്പോർട്ട് ചെയ്തു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പോയി അവരുടെ ടീം വന്ന് ഇതിൻ്റെ അളവും മെഷർമെൻറ്റും ഒക്കെ എടുത്ത് ഇതിൻ്റെ ജീനോം സ്റ്റഡിക്ക് ഇതിൻ്റെ ബ്ലഡും എടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും കുള്ളൻ പശു എന്ന് പറഞ്ഞ് വില വെച്ചപ്പോൾ അതിന് 1 കോടി രൂപയ്ക്ക് നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സസ് ഈ അത്തോളി ബാലകൃഷ്ണൻ്റെ മാണിക്യം എന്ന പശുവിനെ കൊണ്ടുപോകാനായിട്ട് ഇയാളായിട്ട് വില പേശി. പക്ഷെ പുള്ളി അത് കൊടുത്തില്ല. പുള്ളി അതവിടെ വെക്കുകയും പിന്നെ ഒരുപാട് അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഈ കല്ലുമായിട്ട് ചെറു ബാലൻ ഇങ്ങനെ നടന്നത് $2 പിന്നെ അത് വലിയ വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ ഈ ക്ലാസ് കേട്ടപ്പോൾ അത് നേരത്തെ ഉലയനാൻ സാറ് പറഞ്ഞ പോലെ എൻ്റെ നറേഷൻ്റെ ഭംഗി കൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ കുതിച്ച് വന്ന് അത് എനിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും തന്ന 3 ചെറുകഥകൾ. താങ്ക് യു സർ. താങ്ക് യു സാർ. തീർച്ചയായും വളരെ സന്തോഷം. ഇങ്ങനെ കഥകളിൽ നിന്ന് ഉപകഥകളും സത്യങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊക്കെയോ പറയാറുണ്ട്. താങ്ക് യു സാറേ. സാജൻ സാറേ പ്രത്യേക അഭിനന്ദനം. സാറിന്റെ 3 കഥകൾ അതിന്റെ ഒരു തനിയാവർത്തനം പോലെയാണ് ഇപ്പൊ ഡോക്ടർ സുധോധൻ സാറും പറഞ്ഞത്. വാസ്തവത്തില് ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്. ഈ വിത്തുകൾ വീണ സ്ഥലത്തിന്റെ പ്രത്യേകത, വിത്ത് നനച്ചത് കർഷകന് എല്ലായിടവും എല്ലാ വിത്തും ഒരുപോലെയൊക്കെ ആയിരുന്നിരിക്കാം അയാൾ പാകപ്പെടുത്തി. പക്ഷെ വീണ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് വിത്ത് വളരുകയും അതിൽ നിന്ന് വിളവുണ്ടാവുകയും ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ പൂർവികർ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ചന്ദനം തൊട്ടാൽ ചന്ദനം നാറും, അല്ലാത്തതിന്റെ ഗന്ധവും വഹിക്കും, ഇല്ലേ? മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും പുല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. ഇവിടെ വാസ്തവത്തിൽ ഇത് തന്നെയാ സംഭവിച്ചത്. 3 കഥകളിലും ഇപ്പൊ ശുദ്ധോധനൻ സാറ് പറഞ്ഞ സന്ദർഭത്തിലും വാസ്തവത്തിൽ അനുകൂല സാഹചര്യം വന്നാൽ ഏത് മുട്ടും വിടരും. അതല്ലേ, ആ ലെവൽ ഓഫ് തോട്ട്സ് തന്നെ മാറും. വളരാനുള്ള വഴി പ്രകൃതി കൈ കൊണ്ടുവന്ന് കൊടുക്കുക. ഈ പ്രകൃതിയിൽ എല്ലാ പക്ഷിമൃഗാദികൾക്കും ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നിന്റെ കൂട്ടിലേക്ക് ഇറക്കി കൊടുക്കുന്നില്ല. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ആ കഴിവിനുള്ള സാഹചര്യം അവരുടെ ചെറുകൊണ്ട് പറക്കണം, കണ്ണുകൊണ്ട് കാണണം, തിന്നണം എന്നതുപോലെ തന്നെ പ്രകൃതി എല്ലാം ഒരുക്കിയിരിക്കുക. അവസരം നോക്കി, സാഹചര്യം നോക്കി ഇതെല്ലാം എടുക്കാനുള്ള ഒരു ഭാഗ്യവും കഴിവും അനുകൂലമായി വരിക. അതിനെ നമുക്ക് അങ്ങനെ ഭാഗ്യം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകളാണെന്ന്, സിദ്ധികളാണെന്നൊക്കെ പറയാം. എന്തായാലും സാറേ നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന കഥകളാണ് 3. കപ്പ്യാരുടെ കാര്യമാണേലും അയാൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തത് അനുകൂലമായി, അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ എഴുത്തുകാരനായി, വിലമതിക്കാനാവാത്ത രത്നങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ വ്യക്തിയും എന്നുള്ള വിധത്തിൽ
ഈ വ്യക്തിത്വത്തിന് എങ്ങനെ വില നിശ്ചയിക്കുക? അപ്പോൾ എല്ലാം ഗംഭീരം സാറേ, അതിഗംഭീരം. ഇനിയും വരുമെന്ന് കരുതുന്നു, കാത്തിരിക്കുന്നു. താങ്ക് യു സാർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ, താങ്ക് യു. സ്നേഹലത മാമാണ് ആദ്യത്തെ കഥ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹലത മാം കേൾക്കാമോ? കേൾക്കാൻ സാർ, ഞാൻ ആ സോമർസെറ്റ് മോമിന്റെ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഗംഭീരമൊന്നും ആയില്ല, എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ കഥ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ സാഹചര്യം മോശമായി വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവ് പുറത്തു വരുന്നു. അദ്ദേഹം നല്ലതായിട്ട് കപ്പ്യാരുടെ ജോലി ചെയ്തിരുന്നു, അതുപോലെ തന്നെ അടുത്ത ജോലിയിലും മിടുക്കനാകുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രതികൂല സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കഴിവ് പുറത്തു വരുന്നു. അത് ഒന്നാമത്തെ കഥ. പിന്നെ രണ്ടാമത്തെ ചാൾസ് ഡിക്കൻസിന്റെ, അദ്ദേഹത്തിന് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളായിരുന്നിട്ടും ആ കഥകൾ എഴുതുമായിരുന്നു. എഴുതിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആ അംഗീകാരം, നീ ഒരു നല്ല എഴുത്തുകാരനാകും എന്ന് ആ പ്രസാധകൻ പറഞ്ഞത് അദ്ദേഹത്തെ വളരെ പ്രചോദിപ്പിച്ചു. അദ്ദേഹം വീണ്ടും വീണ്ടും എഴുതി ഏറ്റവും വലിയ എഴുത്തുകാരനായി. പിന്നെ മൂന്നാമത്തെ കഥ ആ രത്നവ്യാപാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ബാലന ജീവിതത്തിന്റെ വില, സ്വന്തം ജീവിതത്തിന്റെ വില, ആ രണ്ട് ഒരു കല്ല് കാണിച്ചിട്ട് ആ മറ്റുള്ളവർ കൊടുക്കുന്ന വില, അത് ഏത് സാഹചര്യത്തിൽ ചെല്ലുന്നോ അവിടെ വെച്ച് ആണ് അതിന്റെ യഥാർത്ഥ വില അറിയുന്നത്. അതുപോലെ ആ ബാലനും അത് മനസ്സിലാക്കി കൊടുക്കുന്നു, സ്വന്തം വില അറിയുന്നത്. അതുപോലെയുള്ള നല്ല സാഹചര്യത്തിൽ പെടുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതും അതിനുള്ള ജീവിതത്തിന് വിലയുണ്ടാകുന്നതും എന്ന് മനസ്സിലാക്കി തരുന്ന 3 കഥകളും അതിഗംഭീരമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മലയാളത്തിലെ സോമർസെറ്റ് മോമായിട്ട് നമ്മുടെ ശുദ്ധോധന സാറ് മാറി. സാറ് ആ കഥകളെല്ലാം അതിനേക്കാൾ ഗംഭീരമായിട്ട് പറഞ്ഞു. സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ കഥ പറഞ്ഞ സാറിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, മോഹൻദാസ് സാർ എത്തിയില്ല അല്ലേ? ഓക്കെ, ഷീല മാം പറയൂ. ഗോകുമാർ സാർ ഉണ്ടെങ്കിൽ ഷീല മാം പറയും. സാറേ നമസ്കാരം. സാജൻ സാറിനും പ്രത്യേകം നമസ്കാരം പറയുന്നു. നല്ല 3 കഥകളായിരുന്നു. ഒന്നാമത്തെ കഥയില് ആൽബർട്ട് ഒരു സിഗരറ്റ് കമ്പനിയുടെ പിന്നെ വലിയൊരു ആളായി മാറുകയാണ്. അവിടെ എനിക്ക് തോന്നുന്നു സാധാരണ ചെയ്യാറുള്ളത് ഫാദർമാര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുത്ത് താഴെയുള്ളവരെ ഉയർത്തിക്കൊണ്ട് വരാറാണ് സാധാരണ പതിവ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ദൈവനിശ്ചയമായിരുന്നിരിക്കണം, ഫാദറിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ല. അത് ഒരു കണക്കിന് ആൽബർട്ടിന് നന്നായി. അപ്പൊ നമ്മൾക്ക് സാഹചര്യം അനുസരിച്ച് മാറാനും ഏത് സാഹചര്യത്തിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മുന്നിൽ എത്താവുന്നു എന്നുള്ള ഒരു കഥയാണ് ആദ്യത്തെ കഥയിൽ എനിക്ക് മനസ്സിലായത്. പിന്നെ ചാൾസ് ഡിക്കൻസിന്റെ കഥയാണെങ്കിലും അതുപോലെ തന്നെ കഥകൾ എഴുതി രക്ഷപ്പെടാൻ നോക്കുന്ന അയാളുടെയും ലക്ഷ്യബോധം തന്നെയാണ്. ജീവിതാനുഭവങ്ങളിലൂടെ കഥകൾ എഴുതി, അനുഭവങ്ങളിലൂടെയുള്ള കഥകളായതുകൊണ്ടായിരിക്കണം അതിന് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും നല്ലൊരു കഥയായിരുന്നു സർ. താങ്ക് യു സർ. അതുപോലെ തന്നെ കല്ലുകളുടെ കഥ പറഞ്ഞത്, പിന്നെ കാരണം അത് നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ ഓരോന്നിനും വിലയിരുത്തുന്നു എന്നുള്ളതാണ് അതിലൂടെ എനിക്ക് മനസ്സിലായത്. ഓരോ വ്യക്തി അവരവരുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിലൂടെ അവർക്ക് കിട്ടുന്ന അറിവുകളായിരിക്കും ഓരോ വസ്തുവിലും അവർ കൽപ്പിക്കുന്ന വില എന്നാണ് അതിലൂടെയും മനസ്സിലായത്. അപ്പൊ 3 കഥകളും വളരെ ചെറിയ ചെറിയ കഥകളായിരുന്നെങ്കിൽ പോലും നമ്മളെ ശരിക്കും ഒത്തിരി നമുക്ക് അങ്ങനെ ഇത് എഴുതാനും പറയാനും ആണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒത്തിരി പറയാൻ പറ്റും. ഇപ്പൊ ഉടനെ തോന്നിയ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ആ കഥയോടൊപ്പം തന്നെ പിന്നെ സുധോനൻ സാറിന്റെ അറിവുകൾ പിന്നെ സാറ് ഓരോ സ്ഥലത്തും ഓരോരുത്തരെയും സഹായിച്ചതും മറ്റും കേട്ടപ്പോഴത്തേക്ക് സാറേ ഇത്രയൊക്കെ സമയം ജീവിതത്തിലുണ്ടോ, അപ്പൊ ഇതുപോലെ ഒത്തിരി കാണുമല്ലോ, സാർ അതെല്ലാം ഓരോ കഥകളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ രണ്ടുപേർക്കും സാജൻ സാറ് ഈ സമയം പറഞ്ഞാണ് കഥ പറഞ്ഞത്. സാജൻ സാറിന്റെ കഥകൾ ആ പറഞ്ഞ രീതി ശരിയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ആരോ നമുക്ക് കഥ പറഞ്ഞു തരുന്നത് പോലെയാണ് തോന്നിയത് സാറേ.
അതുകൊണ്ട് അതില് ആ സാറ് പറയുന്ന വഴി കൂടെ തന്നെ ആ ആളുകളെയൊക്കെ നമ്മളിങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പോകാൻ പറ്റി. അതുപോലെ തന്നെ സുധോൻ സാറ് ലൈവായിട്ടുള്ള കഥ തന്നെയാണ് പറഞ്ഞത്. അപ്പം രണ്ട് പേർക്കും അഭിനന്ദനങ്ങൾ. നല്ല രീതിയിൽ അവതരിപ്പിച്ചു. സാജൻ സാറിന് പ്രത്യേകം ആശംസകൾ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. നമ്മളെ യേശുദാസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? യേശുദാസ് ആദ്യമായി ആകാശവാണിയിൽ പാടാൻ ചെന്ന് പാട്ടിന്റെ സൗകര്യമാര്യം പോരാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ആരായെന്നറിയാലോ. ഇല്ലെങ്കിൽ അന്ന് ഒരു സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. ഒരു സാധാരണ ആകാശവാണി പാട്ടുകാരനായി ഒരുപക്ഷെ അദ്ദേഹം മാറിയേനെ. അതുപോലെ തന്നെ ബിൽഗേറ്റ്സിന്റെ കുട്ടിക്കാലത്തും ഇതുപോലൊരു കഥയുണ്ട്. ബിൽഗേറ്റ്സിനെ എനിക്ക് തോന്നുന്നു പത്രം വിൽപ്പനക്കാരനോ അങ്ങനെ എന്തോ ഞാനത് അങ്ങനെ എന്തോ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അനുഭവങ്ങളുടെ ഒരു വലിയ ചാകര തന്നെയാണ് ഇതുപോലത്തെ കഥകൾ. കുട്ടികൾക്ക് വളരെ മനോഹരമായി ഇത് പറഞ്ഞു കൊടുക്കാനും അവതരിപ്പിക്കാനും സാധിക്കും. വിൻസെന്റ് സാർ കേൾക്കുന്നുണ്ടോ? ഇല്ല സാർ, ഇപ്പൊ പറയാൻ പറ്റില്ല, ഞാൻ വീട്ടിലെ പിള്ളേരെ കണ്ടിട്ട്. ഓക്കെ, അപ്പം സാജൻ സാർ ഒരിക്കൽ കൂടി. ഗോകുമാർ സാർ, യെസ് പറയൂ സാർ. വളരെ 3 കഥകളും ഇരുത്തി ചിന്തിപ്പിക്കുന്നതും വളരെ നല്ല മെസ്സേജ് ഉള്ള കഥകളായിരുന്നു. പിന്നെ പണം ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടല്ല എന്ന് സ്കൂളിൽ തന്നെ ആയാലും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ വരുന്നത്. ഈ നിലവിലുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധി വളരെ ഉയർന്നവരൊക്കെ വളരെ നമ്മൾ നോക്കിയാൽ അവർക്കൊക്കെ വിദ്യാഭ്യാസം കുറവായിരിക്കും. വിദ്യാഭ്യാസം ഉള്ളവർ വെറും പുസ്തക പുഴുക്കളായിട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ഇറക്കോ അല്ല ഓഫീസറോ ഒക്കെ ആയിട്ട് മാറുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് ഇന്ന് ഏറ്റവും ഇത് വളരെ സമൂഹത്തെ നോക്കി നമുക്ക് അറിയാം. പക്ഷെ അത് പിന്നെ ഓരോരുത്തരും നിൽക്കുന്നതും അവർ പ്രവർത്തിക്കുന്ന അനുസരിച്ചിരിക്കും അതിന്റെ നേട്ടങ്ങൾ അതിനനുസരിച്ചിരിക്കും എന്നുള്ള ആണ് ഈ ഉള്ളത്. കൂടുതൽ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. കഥകളെ കുറിച്ച് നല്ലതാണ് പറഞ്ഞു കഴിഞ്ഞു. നല്ല കഥകളായിരുന്നു, വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും മെസ്സേജുള്ള കഥകളായിരുന്നു. നമസ്കാരം. ഗോകുമാർ സാർ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഉള്ളവൻ ആ വിദ്യാഭ്യാസ തലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കാനൊന്നും തയ്യാറാകും. അതുകൊണ്ട് അങ്ങ് ജീവിക്കും അല്ലേ? പക്ഷെ ഇല്ലാത്തവന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ എന്താ പറയുന്ന ഒരു ധൈര്യം, എന്തും എടുക്കാൻ അല്ലെങ്കിൽ എങ്ങനെയും മുന്നോട്ട് പോകാനുള്ള വലിയൊരു പവർ. മോഹൻദാസ് സാർ പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സാജൻ സാറിലൂടെ കേട്ടിട്ട് നിർത്താം. സാജൻ സാർ. സാറേ, 3 കഥകളാണ് പങ്കുവച്ചത്. ഇന്ന് ഉച്ചയ്ക്കാണ് സാറ് വിളിച്ച് പറഞ്ഞത് കഥകൾ പറയണമെന്നുള്ളത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്ന 3 കഥകൾ ഇതായിരുന്നു. ഒന്നാമത്തെ കഥ വെർജർ എന്നുള്ള കഥ, സോമർസെറ്റ് മോമിന്റെ കഥ. മിക്കവാറും പാഠപുസ്തകങ്ങളിലൊക്കെ വരുന്ന കഥയാണ്. ഇപ്പോഴും MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പാഠപുസ്തകത്തിലുണ്ട്. 1ാമത്തെ 2ാമത്തെ സെമിസ്റ്ററിൽ അവർക്ക് പഠിക്കാനുള്ളൊരു കഥ തന്നെയാണിത്. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട വ്യക്തിയുടെ ജീവിതം അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ നന്നായിട്ട് ഈ കഥയിൽ കൂടെ നമുക്ക് പല ആംഗിളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിന്റെ സമയത്ത് ഏറെ ചർച്ച ചെയ്ത ഒരു കഥയായിരുന്നു. അന്ന് നമ്മുടെ റീഡേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഈ കഥയെക്കുറിച്ച് പല ചിന്തകൾ, പലരും പങ്കുവച്ച അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. യോഗ്യത ഉണ്ടായിട്ടും ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തവരുണ്ട്. ഇനി മടി കാരണം ഒരു ജോലിക്കും പോകാത്ത ആൾക്കാരുമുണ്ട്. പലതരത്തിലാണ് ആൾക്കാരുടെ ജോലിയോടുള്ള സമീപനം എന്ന് പറയുന്നത്. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ആൽബർട്ട് എന്നുള്ള വ്യക്തി ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് കണ്ട ഒരു അവസരം, ആ അവസരം പ്രയോജനപ്പെടുത്തി. ഒരു വഴിയിൽ വെച്ച് സിഗരറ്റ് വലിക്കാനായിട്ട് തോന്നി, സിഗരറ്റ് കിട്ടാതെ വന്നപ്പോൾ ആ മനസ്സിലുണ്ടായ ഒരു ചിന്ത അത് ഒരു അവസരമാക്കി മാറ്റി. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു പരസ്യവാചകമുണ്ട്, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ളത്. ഒരാശയം ജീവിതത്തെ മാറ്റും. ആ ഒരു ആശയം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റി. ആ പട്ടണത്തിലെ പണക്കാരനായിട്ട് ഉയരാനായിട്ട് സാധിച്ചു. നമുക്കറിയാം, പണക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ആൾക്കാരാണ് പണക്കാരായിട്ടുള്ളത്. ഒന്ന്, ബിസിനസ്സിൽ കൂടെ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ, അവർ നല്ല സമ്പന്നരായിട്ടുണ്ട്, ബിസിനസ്സുകാര്. രണ്ടാമത് വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അവര് ടാലന്റ് കൊണ്ട് പൈസ ഉണ്ടാക്കിയവരാണ്. അവർക്ക് ലഭിച്ചിട്ടുള്ള ടാലന്റുകൾ, കഴിവുകളുണ്ട്. അഭിനയിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ പാടാനുള്ള കഴിവ്,
അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേക കഴിവുകൾ ഉപയോഗിച്ച് പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ പണക്കാരായിട്ട് മാറിയ വ്യക്തികൾ. മൂന്നാമത്തെ പണക്കാരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ടെക്നോളജി ഉപയോഗിച്ച് പണക്കാരായിട്ടുള്ള വ്യക്തികൾ. ഇപ്പോൾ ഫേസ്ബുക്ക് ഇതുപോലെയൊക്കെയുള്ള നവമാധ്യമങ്ങളിലൂടെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ കൂടെ ആണ് കൂടുതൽ ആൾക്കാർ അതിസമ്പന്നരായിട്ടുള്ളത്. ബിസിനസ്സിൽ കൂടെയും ടാലന്റിൽ കൂടെയും ടെക്നോളജികളിൽ കൂടെയും. നമ്മളില്ലേ ജീവിക്കുന്ന ഈ ലോകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവസരങ്ങൾക്ക് ക്ഷാമമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റുപാട് ഒട്ടേറെ അവസരങ്ങളുണ്ട്. നമ്മുടെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്. അത് തേടിപ്പിടിക്കാനായിട്ട് നമുക്ക് കഴിയണം. ബിൽഗേറ്റ്സിന്റെ ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ട്, ഇപ്പൊ സാറ് ബിൽഗേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ബിൽഗേറ്റ്സിന്റെ ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ട് ഞാൻ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവസാനിപ്പിക്കാം. ഉദ്ധരണി ഇങ്ങനെയാണ്: ഇഫ് യു ആർ ബോൺ പുവർ, ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് ഇഫ് യു ഡൈ പുവർ, ഇറ്റ്സ് സെർട്ടൻലി യുവർ മിസ്റ്റേക്ക്. ഒരുവൻ ദരിദ്രനായി ജനിച്ചാൽ അതിനുത്തരവാദി അവനല്ല. ഒരുവൻ ദരിദ്രനായി മരിച്ചാൽ അതിന് ഉത്തരവാദി അവൻ മാത്രമാണ്. നമുക്ക് വളരുവാനും ഉയരാനുമുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമ്മളെ ഭരിക്കണം. ഇതാണ് ഒന്നാമത്തെ കഥയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നൊരു സന്ദേശം. രണ്ടാമത് പങ്കുവച്ച കഥ ചാൾസ് ഡിക്കൻസിന്റെ കഥയാണ്. ചാൾസ് ഡിക്കൻസിന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു പത്രാധിപരുടെ പ്രോത്സാഹന വാക്കുകൾ വഴിത്തിരിവായിട്ട് മാറി. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. മറ്റുള്ളവർക്ക് ആത്മശാന്തി പകരുന്നതിനും അതല്ല മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനും നമ്മുടെ വാക്കുകൾക്ക് കഴിയും. നമ്മുടെ അധ്യാപകരായിട്ടുള്ള പലരും ഉണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവര്. അധ്യാപകർക്കറിയാം, ഒരു വിദ്യാർത്ഥിയോട് പറയുന്ന ഒരു പ്രോത്സാഹന വാക്കായിരിക്കും അവന്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ട് മാറുന്നത്. പഠനത്തോട് കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാക്കി, ഒരു കുട്ടിയാക്കി അവനെ മാറ്റുന്നത്. അവന്റെ ജീവിതം തന്നെ മാറുന്നത് അധ്യാപകൻ പറയുന്ന പ്രോത്സാഹന വാക്ക് കാരണമാണ്. ഒരു ഡോക്ടറോട് രോഗി പറയുന്ന ആശ്വാസ വാക്കുകളാണ് ആ രോഗിക്ക് ജീവിതത്തിൽ പുതിയ പ്രത്യാശ നൽകുന്നത്. ജീവിതഭാരം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു വ്യക്തിയോട് മറ്റുള്ളവർ പറയുന്ന നല്ല വാക്കുകളായിരിക്കും ആ വ്യക്തിക്ക് പുതുശക്തി പകരുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും അഭിനന്ദനവും പ്രോത്സാഹനവും ലഭിക്കാതെ ഒരുപാട് വ്യക്തികളും സ്ഥാപനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രോത്സാഹന വാക്കുകൾക്ക്, നമ്മുടെ നല്ല വാക്കുകൾക്ക് ഏറെ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തുവാൻ കഴിയും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യം കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ ബൈബിളില് സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, Proverbs chapter 16 verses 24. ഇങ്ങനെയാണ് ആ വാക്യം: ഇമ്പമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും അത്രേ. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: കൈൻഡ് വേർഡ്സ് ആർ ലൈക്ക് ഹണി, ദേ ചിയർ യു അപ്പ് ആൻഡ് മേക്ക് യു ഫീൽ സ്ട്രോങ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ശക്തിയും മറ്റുള്ളവർക്ക് ധൈര്യവും മറ്റുള്ളവർക്ക് സമാധാനവും മറ്റുള്ളവർക്ക് സന്തോഷവും മറ്റുള്ളവർക്ക് ഉത്തേജനവും നൽകുന്നതാകട്ടെ നമ്മുടെ വാക്കുകൾ. ഇനി മൂന്നാമത്തെ കഥയിലേക്ക്. മൂന്നാമത്തെ കഥയുടെ പേര് ദി പ്രൈസ്ലെസ് സ്റ്റോൺ എന്നാണ്. വിലമതിക്കാനാകാത്ത രത്നം. ജീവിതത്തിലെ ശരിയായിട്ടുള്ള ബന്ധങ്ങളുടെ സ്ഥാനം, നമ്മെ മറ്റുള്ളവർ എങ്ങനെ വിലമതിക്കുന്നു, ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇതെല്ലാം ഈ കഥ നമുക്ക് വ്യക്തമാക്കി തരുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ വാല്യൂസ്, മൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ക്ലാസ്സുകളിലൊക്കെ അത് സാധാരണ പറയുന്ന ഒരു വാക്യമുണ്ട്. രക്ഷകർത്താക്കൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം: ദ വാല്യൂസ് യു ഗീവ് ടു യുവർ ചിൽഡ്രൻ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ വാല്യൂബിൾസ് യു ഗീവ് ടു ദം. നിങ്ങൾ മക്കൾക്ക് പകർന്നു നൽകുന്ന മൂല്യങ്ങളാണ് വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത്. അപ്പൊ നല്ല മൂല്യങ്ങൾ പകരാനായിട്ട് നമുക്ക് കഴിയണം. എന്തൊക്കെയാണ് ജീവിതത്തിന്റെ മൂല്യങ്ങൾ? ഇതൊക്കെയാണ്: റെസ്പെക്ട്, ബഹുമാനം; ഓണസ്റ്റി, സത്യസന്ധത; റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം; ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി; കൈൻഡ്നെസ്, ദയ; കറേജ്, ധൈര്യം; പേഷ്യൻസ്, ക്ഷമ; ജനറോസിറ്റി, ഔദാര്യം; ഇന്റഗ്രിറ്റി, സത്യസന്ധത; പെർസിവറൻസ്, സ്ഥിരോത്സാഹം. ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ, നല്ല വാല്യൂസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്.
ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ആരോ വന്ന് നമ്മുടെ ജീവിതം മാറ്റിമറിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതൊന്നുമല്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതം മാറ്റാൻ കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് വേറെ ആരുമല്ല, അത് നമ്മൾ മാത്രമാണ്. നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ലോകത്തുള്ളൂ, അത് വേറെ ആരുമല്ല, അത് നമ്മൾ മാത്രമാണ്. രാവിലെ 5 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചു, 5 മണിക്ക് എണീക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ മേൽ സ്വാധീനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സ്വാധീനിക്കാനും നമ്മളെ വളർത്താനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാം പറ്റുന്നത് നമുക്ക് മാത്രമാണ്. നമ്മുടെ സെൽഫ് ടോക്ക്, നമ്മളോട് തന്നെ പറയുന്ന വാക്കുകളും ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. ഇതാണ് മൂന്നാമത്തെ കഥ. ഈ 3 കഥകളും ഏറെ ശ്രദ്ധയോടെ കേട്ട് ഇരുന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. വീണ്ടും ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് കാണാം. താങ്ക്സ് അലോട്ട്. പ്രത്യേകിച്ച് സാബു സാറിനോട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായും വളരെ സന്തോഷം. വളരെ മനോഹരമായ 3 കഥകൾ, ഒത്തിരി മൂല്യമുണ്ട്. ആർക്കും പറഞ്ഞു കൊടുക്കുക അല്ലെ? സാർ, ഏതൊരു വേദി നാലാം തരം ഒരു പണക്കാരുണ്ട്, രാഷ്ട്രീയം കൊണ്ട് പണക്കാരായവര് ഉണ്ട്. സാറ് 3 ടൈപ്പ് ഓഫ് പണക്കാരെ പറഞ്ഞോളൂ. ഈ 4ാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പൊളിറ്റിക്സ് കൊണ്ട് വലിയ സമ്പന്നരായവരെ നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നുണ്ട്. അവര് സ്ഥായിയായി നിക്കത്തില്ല സാർ, അതുകൊണ്ടത് പറയാത്തെ. അല്ല, വേണമെങ്കിൽ പറയാം ടാലന്റ് എന്ന് പറയാം അല്ലേ. ഇപ്പൊ ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സിന് ഇപ്പൊ 18 ലക്ഷമൊക്കെ വീതം കിട്ടിയിട്ടുണ്ട് ഓരോരുത്തർക്ക്. അപ്പോൾ അതൊരു ടാലന്റ് ആണല്ലോ. അതേപോലെ പൊളിറ്റിക്സിൽ ടാലന്റ് കൊണ്ട് നേടിയെന്ന് വിചാരിക്കാം. ഇപ്പൊ സാറ് 3 ടൈപ്പ് ഓഫ് പണക്കാരെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതൊന്നും അല്ലാതെ പാർട്ടിക്കാര് ഒരുപാട് കാശുണ്ടാക്കുന്നില്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ. താങ്ക് യു സാജൻ സാർ, വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഫീഡ്ബാക്ക് പറയാൻ പറ്റി. സോ താങ്ക് യു സാർ വൺസ് അഗെയിൻ. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിന്റെ ഒരു പുതിയ സെഷൻ കൂടെ കേൾക്കാം. എല്ലാവരെയും സന്തോഷകരമായ ഒരു രാത്രിക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഗുഡ് നൈറ്റ്, സീ യു.